Hi, welcome to Sense School of Life Sciences. Today we are going to discuss the topic breeding and seed production of shellfishes. നമ്മൾ ബ്രീഡിങ്ങും സീഡ് പ്രൊഡക്ഷനും പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും ആദ്യം നമ്മൾ നമ്മുടെ ഷ്രിമ്പിന്റെ ചില ഹോർമോണിനെ പറ്റിയിട്ടും അതിന്റെ കാര്യങ്ങളൊക്കെ അവരുടെ എന്താണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സെക്ഷൽ ഡയമോർഫിസത്തിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ സീഡ് പ്രൊഡക്ഷൻ അടുത്തൊരു ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു വലിയൊരു വീഡിയോ ആയി മാറും. അതുകൊണ്ട് ബ്രീഡിങ്ങിനെ പറ്റിയിട്ടും അതിന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടും ഒക്കെയാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൂവിങ് ടു ദ സ്ലൈഡ്. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ് ഓർഗൻ സൈനസ് ഗ്ലാൻഡ് കോംപ്ലക്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ എക്സ് ഓർഗൻ എന്ന് പറയുന്ന ഒരു ഓർഗൻ അലോങ് വിത്ത് ദ സൈനസ് ഗ്ലാൻഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ചില ഹോർമോൺസിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത്. ഈ എക്സ് ഓർഗൻ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ന്യൂറോ സെക്രട്ടറി ഓർഗൻ ആണ്. എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഷ്രിമ്പിന്റെ അല്ലെങ്കിൽ പ്രോണിന്റെ ഐ സ്റ്റോക്കിലാണ് കാണപ്പെടുന്നത്. ആൻഡ് ദീസ് ടുഗദർ വിത്ത് ന്യൂറോ ഹീമൽ ഓർഗൻ സൈനസ് ഗ്ലാൻഡ്. അപ്പൊ ഇവര് ഐ സ്റ്റോക്കിൽ ഇരിക്കുന്നത് എങ്ങനെയാണ്? ഈ എക്സ് ഓർഗനും അതുപോലെ ന്യൂറോ ഹീമൽ ഓർഗൻ ആയിട്ടുള്ള സൈനസ് ഗ്ലാൻഡും ഒക്കെ അടുത്തടുത്തായിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങളും അങ്ങനെ ഒരുമിച്ച് അവര് ഒരു കോംപ്ലക്സ് ആയിട്ട് തന്നെയാണ് ആക്റ്റും ചെയ്യുന്നത്. ഇനി ന്യൂറോ സെക്രട്ടറി ന്യൂറോൺസ് ആയിട്ടുള്ള കുറച്ച് ന്യൂറോൺസിന്റെ ഒരു ക്ലസ്റ്ററിനെയാണ് നമ്മൾ ഈ എക്സ് ഓർഗൻ, അവർക്ക് പ്രത്യേകിച്ച് പേര് നമ്മൾ കൊടുത്തിട്ടില്ല, പകരം എക്സ് ഓർഗൻ എന്നാണ് അവരെ നമ്മൾ വിളിക്കുന്നത്. അത് കാണുന്നത് എവിടെയാണ്? ഐ സ്റ്റോക്കിലാണ്. ദെൻ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു എക്സ് ഓർഗൻ പറഞ്ഞതുപോലെ ന്യൂറോൺസ് ആണ്. അപ്പൊ ഈ ന്യൂറോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ മെഡുല്ല ടെർമിനാലിസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ചില സെക്രീഷൻസിന് എന്ത് ചെയ്യുന്നുണ്ട്? റിലീസ് ചെയ്യുന്നുണ്ട്. ഈ സെക്രീഷൻസിന് സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ അതിന് കീപ്പ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് ഇത് സൈനസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. സൈനസ് ഗ്ലാൻഡ് ആക്ച്വലി ഒരു സ്റ്റോറേജ് റിലീസ് സെന്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ന്യൂറോ സെക്രട്ടറി ഹോർമോൺസിന്റെ സ്റ്റോറേജ് റിലീസ് സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഓർഗൻ ആണ്, ഒരു ഗ്ലാൻഡ് ആണ് സൈനസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. Then എക്സ് ഓർഗൻ ആൻഡ് ഇറ്റ് സെക്രട്ടറി ന്യൂറോൺസ് ടുഗദർ വിത്ത് സൈനസ് ഗ്ലാൻഡിനെയാണ് നമ്മൾ എക്സ് ഓർഗൻ സൈനസ് ഗ്ലാൻഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓർക്കേണ്ട കാര്യം ഇത് എവിടെയാണ് ഇരിക്കുന്നതെന്നാണ്. ഐ സ്റ്റോക്കിലാണ് ഇരിക്കുന്നത്. എക്സ് ഓർഗൻ എന്ത് ചെയ്യുന്നു? സെക്രീഷൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സൈനസ് ഗ്ലാൻഡ് ഇതിനെ സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ എപ്പോഴാണോ ഇത് റിലീസ് ചെയ്യേണ്ടത് ആ സമയത്ത് ഈ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഹോർമോൺസിനെ റിലീസും ചെയ്യുന്നു. ഓക്കെ, അതാണ് എക്സ് ഓർഗൻ സൈനസ് ഗ്ലാൻഡ് കോംപ്ലക്സ്. ഇനി എക്സ് ഓർഗന്റെ ഫങ്ഷൻസ് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഷ്രിമ്പിന് ആവശ്യമായിട്ടുള്ള ചില ന്യൂറോ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എക്സ് ഓർഗന്റെ ഫങ്ഷൻ. ഏതൊക്കെയാണ് ഹോർമോൺസ് എന്ന് ചോദിച്ചാൽ ഓവറി ഇൻഹിബിറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ ഗൊണാഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ OIH അല്ലെങ്കിൽ GIH എന്ന് പറയും. അതെന്തായിരിക്കും? പേര് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, ഓവറിയെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ്. ദെൻ അടുത്തതാണ് മോൾട്ട് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. നമുക്കറിയാം ഷ്രിമ്പൊക്കെ എന്താണ്, മോൾട്ട് ചെയ്തിട്ടാണ് അവർ മെച്ചർ ആവുന്നത് അല്ലെ? അവര് ലാർവൽ സ്റ്റേജസ്, ഒരുപാട് ലാർവൽ സ്റ്റേജസ് ഉണ്ട്. അത് ഓരോ സ്റ്റേജസ് കഴിയുമ്പോൾ ഒരു മോൾട്ട് ചെയ്താണ് അഡൽട്ട് സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ മോൾട്ടിനെ സഹായിക്കുന്ന ഹോർമോൺസ് നമുക്ക് കേട്ടിട്ടുണ്ടാവും, എക്ഡൈസൺ എന്ന് പറയും. ഇനി ഇവിടെ മോൾട്ടിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോണിനെയാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എക്സ് ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ലൈറ്റ് അഡാപ്റ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ ഡിസ്റ്റൽ റെറ്റിനൽ പിഗ്മെന്റ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹൈപ്പർ ഗ്ലൈസീമിക് ഫാക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫാക്ടറിന്റെ മറ്റൊരു പേരാണ് എന്ത്? CHH, അതായത് ക്രൂസ്റ്റേഷ്യൻ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്നും പറയും. ദെൻ എറിത്രോഫോർ കോൺസെൻട്രേറ്റിംഗ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ന്യൂറോ ഡിപ്രസിംഗ് ഹോർമോണിനെയും എക്സ് ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട രണ്ട് ഹോർമോൺ ആണ് ഓവറി ഇൻഹിബിറ്റിംഗ് ഹോർമോൺ, മോൾട്ട് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? എക്സ് ഓർഗൻ ആണ്. അടുത്ത് ഈ തന്നിട്ടുള്ള പിക്ചറിൽ നമുക്ക് കാണാം എന്താണ്, ഒരു ഷ്രിമ്പിന്റെ ഒരു സെഫാലിക് റീജിയൻ അല്ലെങ്കിൽ ഒരു തൊറാസിക് സെഫാലോതൊറാക്സ് റീജിയൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ കുറെ സെൻസറി പോർസ്, എക്സ് ഓർഗൻ, ഇവിടെ എക്സ് ഓർഗൻ കാണാം. എക്സ് ഓർഗൻ കൊടുത്തിട്ടുണ്ട്. ഐ സ്റ്റോക്കിന്റെ സൈഡിലാണ് എന്താണ് എക്സ് ഓർഗൻ കൊടുത്തിട്ടുള്ളത് അല്ലെ? അതുപോലെ സൈനസ് ഗ്ലാൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെറിബ്രൽ ഗാംഗ്ലിയോൺ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ദെൻ ഇവിടെ തന്നെ നമുക്ക് പർപ്പിൾ കളറിൽ മറ്റൊരു ഓർഗനെ കാണാം, അതാണ് വൈ ഓർഗൻ അല്ലെ? എക്സ് ഓർഗൻ പോലെ തന്നെ മറ്റൊരു ഓർഗൻ ഉണ്ട്, അതാണ് വൈ ഓർഗൻ. വൈ ഓർഗൻ എന്താണെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. നമ്മുടെ
ഷ്രിമ്പിന്റെ ആന്റിനറി അല്ലെങ്കിൽ മാക്സിലറി സെഗ്മെന്റ് മോൾട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മോൾട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സെഗ്മെന്റിനെ നമ്മൾ എന്ത് പറയുന്നത്, ബൈ ഓർഗൻ എന്ന് പറയുന്നത്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ നമ്മൾ പറയുന്നതാണ് ക്രസ്റ്റ് എഗ്ഡി സ്റ്റിറോയിഡ്. അതായത് ക്രൂസ്റ്റേഷ്യന്റെ എഗ്ഡൈസോൺ ആണ് അല്ലെ. എഗ്ഡൈസോൺ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്, മോൾട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് എഗ്ഡൈസൺ എന്ന് പറയുന്നത്. അപ്പൊ ക്രൂസ്റ്റേഷ്യന്റെ എഗ്ഡൈസൺ എന്താണ്, ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്. അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഓർഗൻ ആണ്, ബൈ ഓർഗൻ ആണ്. And the secretory activity of this gland is controlled by MALT inhibiting hormone secreted by X organ and secretion of mandibular organ. അതായത് നമ്മുടെ ബൈ ഓർഗന്റെ സെക്രീഷനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് ആൾക്കാരാണ് എക്സ് ഓർഗനും മാൻഡിബുലാർ ഓർഗനും. അപ്പൊ എക്സ് ഓർഗൻ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്ന മോൾട്ട് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്, വൈ ഓർഗനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. വൈ ഓർഗൻ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്, മോൾട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് വൈ ഓർഗൻ. അപ്പൊ ആ വൈ ഓർഗനെ മോൾട്ട് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ എക്സ് ഓർഗൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാൻഡിബുലാർ ഓർഗൻ എന്താ ചെയ്യുന്നത്, സ്റ്റിമുലേറ്റ് ആണ് ചെയ്യുന്നത് അല്ലെ. വൈ ഓർഗനെ മോൾട്ട് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാൻഡിബുലാർ ഓർഗൻ എന്താ ചെയ്യുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യലാണ് ചെയ്യുന്നത്. അപ്പൊ ഈ മാൻഡിബുലാർ ഓർഗന്റെയും വൈ ഓർഗന്റെയും പൊസിഷൻ നമുക്ക് ഈ പിക്ചറിൽ കാണാവുന്നതാണ്. ഇനി മാൻഡിബുലാർ ഓർഗൻ എന്താണെന്നാണ് അടുത്ത് നോക്കുന്നത്. നമ്മുടെ വെർട്ടിബ്രേറ്റ്സിന്റെ എൻഡോക്രൈൻ ഗ്ലാൻഡിന് സിമിലർ ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് മാൻഡിബുലാർ ഓർഗൻ എന്ന് പറയുന്നത്. അതിലെന്താ ചെയ്യുന്നത്, ഹോർമോൺ അല്ലെങ്കിൽ ഹോർമോൺ ലൈക്ക് സബ്സ്റ്റൻസസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില സബ്സ്റ്റൻസസിനെയൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണ് മാൻഡിബുലാർ ഓർഗൻ എന്ന് പറയുന്നത്. ആൻഡ് ഇവർ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഓവറിയുടെ ഗ്രോത്തിനും വിറ്റലോജനസിസ് എഗിന്റെ ഡെവലപ്മെന്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് മാൻഡിബുലാർ ഓർഗൻ എന്ന് പറയുന്നത്. മാൻഡിബുലാർ ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ് മീഥൈൽ ഫാർനസോയേറ്റ്. ഈ മീഥൈൽ ഫാർനസോയേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ബൈ ഓർഗനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് മോൾട്ടിങ്ങിന്റെ, അതായത് മോൾട്ട് ചെയ്യാനുള്ള ഹോർമോണായ എഗ്ഡൈസോണിന്റെ പ്രൊഡക്ഷന് അല്ലെങ്കിൽ സെക്രീഷന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ മാൻഡിബുലാർ ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മീഥൈൽ ഫാർനസോയേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, വൈ ഓർഗന്റെ എഗ്ഡൈസൻ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ മാൻഡിബുലാർ ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മീഥൈൽ ഫാർനസോയേറ്റ്. ആ എം വെച്ച് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. എക്സ് ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മോൾട്ട് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ് അല്ലെങ്കിൽ ഓവറി ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ്. എന്നാൽ വൈ ഓർഗൻ എന്താ ചെയ്യുന്നത്, മോൾട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആയിട്ടുള്ള എഗ്ഡൈസോണിനെയാണ് എന്ത് ചെയ്യുന്നത്, സെക്രേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു പാർട്ടാണ് തൊറാസിക് ഗാംഗ്ലിയ എന്ന് പറയുന്നത്. ഈ തൊറാസിക് ഗാംഗ്ലിയ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ മോൾട്ട് അല്ലെങ്കിൽ ഗൊണാഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് തൊറാസിക് ഗാംഗ്ലിയ. അത് നമ്മുടെ എക്സ് ഓർഗൻ ചെയ്യുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് തൊറാസിക് ഗാംഗ്ലിയ. ഇനി ഷ്രിമ്പിന്റെ സുപ്രാ ഈസോഫാജിയൽ ഗാംഗ്ലിയ എന്ത് ചെയ്യുന്നുണ്ട്, ഗൊണാഡ് സ്റ്റിമുലേറ്ററി ഹോർമോൺ റിലീസിംഗ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ റിലീസിംഗ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ റിലീസിംഗ് ഹോർമോൺ ആണ് തൊറാസിക് ഗാംഗ്ലിയയെ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ഗൊണാഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, സുപ്രാ ഈസോഫാജിയൽ ഗാംഗ്ലിയ ഗൊണാഡ് സ്റ്റിമുലേറ്ററി ഹോർമോൺ റിലീസിംഗ് ഫാക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ റിലീസിംഗ് ഫാക്ടർ തൊറാസിക് ഗാംഗ്ലിയയെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ഗൊണാഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഗൊണാഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, അതെന്തായിരിക്കും ചെയ്യുന്നത്, ഗൊണാഡിന്റെ ഡെവലപ്മെന്റ്, ഗാമീറ്റോജെനസിസ്, അതുപോലെ സ്പോണിങ്ങിന് വേണ്ടിയിട്ടുള്ള എനർജി കൺസർവേഷൻ, അതുപോലെ ആനിമൽ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഗൊണാഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ ഒന്നും കൂടെ ഈ ഒരു ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ബ്രീഡിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ എക്സ് ഓർഗൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ്. ഇനി എക്സ് ഓർഗൻ ഇരിക്കുന്നത് എവിടെയാണ്, ഐ സ്റ്റോക്കിലാണ്. എലോങ് വിത്ത് സൈനസ് ഗ്ലാൻഡ് ആണ് ഇരിക്കുന്നത് അല്ലെ. എക്സ് ഓർഗൻ സൈനസ് ഗ്ലാൻഡ് കോംപ്ലക്സ് ഇരിക്കുന്നത് ഐ സ്റ്റോക്കിലാണ്.
ഈ പൊസിഷൻ ഒക്കെ ഓർത്തിരിക്കേണ്ടതാണ്. ദെൻ ഏതൊക്കെ ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓർക്കുക. ദെൻ അവിടെ മറ്റൊരു ഓർഗൻ ഉണ്ട്, അതാണ് വൈ ഓർഗൻ. അവരെന്താണ് ചെയ്യുന്നത്? അവര് മോൾട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസിനെയാണ് അല്ലെങ്കിൽ എക്ഡൈസോണിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് ഓർഗൻ ആണ് എക്സ് ഓർഗനും മാൻഡിബുലാർ ഓർഗനും. മാൻഡിബുലാർ ഓർഗൻ എന്താ ചെയ്യുന്നത്? മീഥൈൽ ഫാർമസോയേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും എന്ത് ചെയ്യുന്നു? എക്ഡൈസോണിനെ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി വൈ ഓർഗനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യിപ്പിക്കുന്നു. ദെൻ തൊറാസിക് ഗാംഗ്ലിയ ഗ്രോത്ത് സ്റ്റിമുലേറ്റിംഗ് അല്ലെങ്കിൽ ഗൊണാഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. എന്താ ചെയ്യുന്നത്? ഗൊണാഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ത് ചെയ്യുന്നു? ഗൊണാഡിന്റെ ഡെവലപ്മെന്റ്, ഗാമീറ്റോജെനസിസ്, എനർജി കൺസർവേഷൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ബ്രീഡിംഗ് ബയോളജിയിലേക്ക് പോവാൻ. അപ്പൊ ബ്രീഡിംഗ് ബയോളജിയിലേക്ക് വരുമ്പോൾ ഷ്രിമ്പിനെ നമ്മൾ നോക്കുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് വൈൽഡ് ടൈപ്പും ഉണ്ട്, കൾച്ചർ ചെയ്യുന്നതും ഉണ്ട്. നാച്ചുറൽ ഹാബിറ്റാറ്റിൽ കാണുന്ന വൈൽഡ് ടൈപ്പിനെ എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു 40 to 70 ഗ്രാമിലേക്ക് എത്തുമ്പോഴായിരിക്കും മെയിൽസ് സെക്ഷലി മെച്ചർ ആവുന്നത്. ഫീമെയിൽസിന്റെ കേസിൽ എങ്ങനെയായിരിക്കും? 60 to 80 ഗ്രാമിലേക്കൊക്കെ എത്തുമ്പോഴാണ്. ഇനി കൾച്ചർ ചെയ്യുന്ന ഷ്രിമ്പ് ആണെങ്കിൽ 35 ഗ്രാമിൽ എത്തുമ്പോൾ മെയിൽ എന്താവും? സെക്ഷലി മെച്ചർ ആവും. 40 ഗ്രാംസ് ഒക്കെ ആവുമ്പോൾ ഫീമെയിൽ എന്താവും? സെക്ഷലി മെച്ചർ ആവും. അതിന്റെ ഒരു കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ മെയിലിന്റെയും ഫീമെയിലിന്റെയും സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഡൈമോർഫിസ് എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മെയിൽ ആണോ ഫീമെയിൽ ആണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ പ്ലിയോപോഡ്സ് അല്ലെങ്കിൽ സ്വിമ്മിംഗ് ലെഗ്സിന് ഇടയിലായിട്ട് പെറ്റാസ്മ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും അല്ലെ? ഈ ഒരു പിക്ചർ നമുക്ക് നോക്കിയാൽ അറിയാം. മെയിൽ ഷ്രിമ്പിന് പെറ്റാസ്മ ഉണ്ട്. ഓക്കെ, അതൊരു റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ കോപ്പുലേറ്ററി ഓർഗൻ ആണ് ഈ പെറ്റാസ്മ എന്ന് പറയുന്നത്. ഫീമെയിലിന് ഇല്ല. അപ്പൊ ഇവരുടെ മെയിലിന്റെ ഫസ്റ്റ് പെയർ ഓഫ് പ്ലിയോപോഡ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് എന്തുണ്ട്? പെറ്റാസ്മ ഉണ്ട്. ഫീമെയിലിന് പെറ്റാസ്മയുടെ ആവശ്യമില്ല. അവർക്ക് മറ്റൊരു സ്ട്രക്ചർ ആണുള്ളത്, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സെക്ഷൽ ഡൈമോർഫിസം നോക്കുകയാണെങ്കിൽ മെയിലിന് എവിടെയാണ് ഫസ്റ്റ് പ്ലിയോപോഡ് എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് ലെഗ് ആണ്. അവിടെ എന്തുണ്ട്? പെറ്റാസ്മ ഉണ്ട്. ഫീമെയിലിന് പെറ്റാസ്മ ആബ്സെന്റ് ആണ്. ദെൻ മെയിലിന്റെ സെക്കൻഡ് പ്ലിയോപോഡിൽ എന്താണുള്ളത്? അപ്പൻഡിക്സ് മാസ്കുലിന എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഫീമെയിലിന് അപ്പൻഡിക്സ് മാസ്കുലിനയുടെ ആവശ്യമില്ല, അത് ആബ്സെന്റ് ആണ്. അപ്പൻഡിക്സ് മാസ്കുലിന എന്താന്ന് ചോദിച്ചാൽ കോപ്പുലേഷന്റെ സമയത്ത് ഫീമെയിലിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള മെയിലിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് അപ്പൻഡിക്സ് മാസ്കുലിന എന്ന് പറയുന്നത്. അത് ഇരിക്കുന്നത് സെക്കൻഡ് പ്ലിയോപോഡിലാണ്. ദെൻ ടീലിക്കം ഈസ് ആബ്സെന്റ് ഇൻ മെയിൽ. എന്നാൽ ഫീമെയിലിൽ എന്താണുള്ളത്? ടീലിക്കം എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. അത് എവിടെയാണ് ഇരിക്കുന്നത്? ബിറ്റ്വീൻ ദ 4th and 5th പെരിയോപോഡ്. 4th പെരിയോപോഡിനും 5th പെരിയോപോഡിനും ഇടയ്ക്ക് കാണുന്ന ഒരു റിസപ്റ്റക്കിൾ ആണ് ഈ ടീലിക്കം എന്ന് പറയുന്നത്. അതായത് പെറ്റാസ്മ യൂസ് ചെയ്ത് മെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? സ്പേമിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് റിസീവ് ചെയ്യാനുള്ള ഒരു റിസപ്റ്റക്കിൾ ആയിട്ടാണ് ടീലിക്കം ആക്ട് ചെയ്യുന്നത്. ദെൻ മെയിലിന്റെ ഗോണോപോർ എവിടെയാണ്? 5th വാക്കിംഗ് ലെഗിന്റെ ബേസിലാണെങ്കിൽ ഫീമെയിലിന്റെ ഗോണോപോർ എവിടെയാണ്? 3rd വാക്കിംഗ് ലെഗിന്റെ ബേസിൽ. ഗോണോപോർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ആണ്, അതായത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറാണ്. ദെൻ മെയിൽ എപ്പോഴും എങ്ങനെയായിരിക്കും? സൈസിൽ ചെറുതായിരിക്കും അല്ലെ? സ്മോളർ ഇൻ സൈസ് ആയിരിക്കും. ഫീമെയില് ലാർജർ ഇൻ സൈസ് ദാൻ മെയിൽ ആയിരിക്കും. അതായത് ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള മെയിലിനേക്കാളും വലിയ സൈസിലായിരിക്കും ഫീമെയിൽ ഉണ്ടാവുക. ദെൻ മെയിലിന്റെ കേസ്, മെയിൽ സെക്സ് ഓർഗൻസിന്റെ കേസിലേക്ക് വരാണെങ്കിൽ മെയിലിന് എന്തുണ്ട്? ഒരു പെയർ ഓഫ് ടെസ്റ്റിക്കിൾ ഉണ്ട്. അതിരിക്കുന്നത് എവിടെയാണ്? സെഫാലോതൊറാക്സ് റീജിയനിലാണ്, എബോവ് ഹെപ്പാറ്റോ പാൻക്രിയാസ്. ദെൻ ടെസ്റ്റിസ് എന്ന് പറയുന്നത് ട്രാൻസ്ലൂസന്റ് ആണ്. ഓക്കെ, അതുപോലെ 6 ലോബുകൾ ഉണ്ടാവും. ഓരോ ലോബും ഇന്റേർണലി കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്നർ മാർജിനിൽ അവർ കണക്റ്റഡ് ആണ്. ആൻഡ് ദിസ് വിൽ ലീഡ്സ് ടു വാസ് ഡെഫറൻസ്. ഇനി വാസ് ഡെഫറൻസിന്റെ താഴ്ഭാഗത്തായിട്ട് എന്തുണ്ട്? ഒരു നാരോ ഡിസ്റ്റൽ പാർട്ട് ഉണ്ട്. അത് ഒരു സാക്കിലേക്ക് അല്ലെങ്കിൽ ഒരു മസ്കുലാർ പോർഷൻ ആയിട്ട് എന്താണ് കാണും. ആ പോർഷനെ നമ്മൾ ടെർമിനൽ ആംപുല എന്ന് പറയുന്നത്. ഈ ടെർമിനൽ ആംപുലയ്ക്കുള്ളിലാണ് എന്ത് ചെയ്യുന്നത്? സ്പെർമാറ്റോഫോർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് നമ്മൾ കോപ്പുലേഷന് മുന്നേ അല്ലെങ്കിൽ എന്താണ് മേറ്റിങ്ങിന് മുന്നേ ഉണ്ടായി വരുന്ന ഈ ഒരു സ്പേംസിനെ സ്റ്റോർ ചെയ്യുന്ന പോർഷൻ ആണ് ടെർമിനൽ ആംപുല. അതൊരു സാക്ക് ലൈക്ക് പോർഷൻ ആണ്. ആൻഡ് ഈ ടെർമിനൽ ആംപുല ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ
ഫിഫ്ത്ത് പെരിപോഡിലുള്ള ജനൈറ്റൽ കോക്സൈലേക്കായിരിക്കും, അല്ലെങ്കിൽ ബേസ് ഓഫ് ദി എന്താണ് പെരിയോപോഡിലേക്കായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അതാണ് ജനൈറ്റൽ പോർ എന്ന് പറയുന്നത്. Then, നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമീഡ്സ് അഗ്രിഗേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ടെർമിനൽ ആംബുലയിലാണ്. ദെൻ ഷ്രിമ്പിന്റെ സ്പേംസ് എന്താണ് സൈസിൽ ചെറുതുമാണ്, അതുപോലെ അവർക്ക് എന്തില്ല, ഫ്ലജെല്ലം ഇല്ല. ഫ്ലജെല്ലം ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഒരു കോപ്പുലേറ്ററി ഓർഗന്റെ ആവശ്യം വന്നത്, അല്ലെ? ഇല്ലെങ്കിൽ എന്താണ്, വെള്ളത്തിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് മൂവ് ചെയ്ത് എഗിന്റെ അടുത്തേക്ക് എത്താമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഫ്ലജെല്ലം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ പെറ്റാസ്മ വന്നതും, അതുപോലെ അതിനെ എന്താണ് ഹെൽപ്പ് ചെയ്തുകൊണ്ട് അപ്പൻഡിക്സ് മാസ്കുലിന എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വന്നതും, അല്ലെ? ദെൻ സ്പേംസ് ഇമ്മോർട്ടൈൽ ആണ്. സ്പേംസ് എഗ്ഗുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? അവരുടെ സ്പൈക്ക് എൻഡ് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ തന്നിട്ടുള്ള 3 പിക്ചർ എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യത്തെ പീനിയയിൽ എഴുതിയിരിക്കുന്ന പിക്ചറാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഷ്രിമ്പിന്റെ സ്പാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിൽ കാണുന്ന ആ ഒരു എന്താണ് നീളത്തിലിരിക്കുന്ന ആ ഒരു പോർഷനെയാണ് സ്പൈക്ക് എന്ന് പറയുന്നത്. ഈ സ്പൈക്കിന്റെ താഴെയായിട്ട് അക്രോസോമൽ വെസിക്കിൾ ഉണ്ട്, ഫെർട്ടിലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ അവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഇതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ചില കേസസിൽ, അതായത് ചില സ്പീഷീസില് ഇപ്പൊ എന്താണ് പാരാപീനിയെ, ട്രാക്കിപീനിയെ പോലുള്ള എന്താണ് ടൈപ്പ് ഓഫ് ഷ്രിംസിൽ എന്തുണ്ട്, എക്സ്ട്രാ ആയിട്ട് 2 കാര്യങ്ങളുണ്ട്. അതായത് പാരാപീനിയെ വരുമ്പോഴത്തേക്കും അവർക്ക് എന്തുണ്ട്, സെൻട്രൽ പ്രോട്യൂബറൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇനി ട്രാക്കിപീനിയയുടെ കേസിൽ വരുന്ന അവർക്കൊരു പോസ്റ്റീരിയർ റീജിയൻ ഉണ്ട്. അത് മാത്രമാണ് ആകെ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. നോർമലി എന്താണ്, അവർക്കൊരു സ്പൈക്ക് കാണും, അക്രോസോമൽ വെസിക്കിള് കാണും, ന്യൂക്ലിയസ് കാണും. ഇതാണ് എല്ലാ സ്പേമിലും ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സ്പൈക്ക് റീജിയൻ യൂസ് ചെയ്തിട്ടാണ് എന്താണ് എഗ്ഗിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ഫ്ലജെല്ലയൊന്നും ഇല്ല. ദെൻ മെച്ചർ ആയി കഴിഞ്ഞാൽ ഷ്രിമ്പിന്റെ, അതായത് മെയിൽ ഷ്രിമ്പിന് എന്താണ്, അവർക്കൊരു മിൽക്കി വൈറ്റ് അപ്പിയറൻസ് ഉണ്ടാവും. അവരുടെ വാസ് ഡിഫറൻസ് ഒക്കെ തിക്ക് ആകും. അതിനകത്ത് എന്താണ് ഒരു മിൽക്കി വൈറ്റ് അപ്പിയറൻസ് വരും. ആൻഡ് ഇവരുടെ ബോഡി ക്യാവിറ്റി മൊത്തം എന്ത് ഒക്കുപ്പൈ ചെയ്യും, ഈ ഒരു സ്പെർമാറ്റോഫോറിന്റെ ആ ഒരു, അതായത് വാസ് ഡിഫറൻസ് അല്ലെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള സ്പെർമാറ്റോഫോർ എന്ത് ചെയ്യും, ഇവരുടെ ഫുൾ ബോഡി ക്യാവിറ്റി ഓക്കുപ്പൈ ചെയ്യും. അങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഷ്രിമ്പ് സെക്ഷലി മെച്ചേർഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവും. ദെൻ ഫീമെയിൽ സെക്സ് ഓർഗൻ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഒരു പെയർ ഓഫ് ഓവറി ഉണ്ട്, അവർ പാർഷ്യലി ഫ്യൂസ്ഡ് ആണ്. ആൻഡ് ആ ഒരു മെച്ചർ ആയിട്ടുള്ള ഒരു ഷ്രിമ്പിന്റെ ബോഡിയിലെ എൻറ്റയർ ലെങ്തിലും എന്തുണ്ടാവും, ഈ ഓവറീസ് കാണും. ദെൻ ഓവിഡക്റ്റ് അവരുടെ 6th ലാറ്ററൽ ലോബിൽ നിന്നായിരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നത്. അവിടെ മുതൽ എക്സ്റ്റേണൽ ജെനൈറ്റൽ പാപ്പില വരെ, ജെനൈറ്റൽ പോർ ഓഫ് ഫീമെയിൽസ് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ജെനൈറ്റൽ പോർ എവിടെയാണെന്ന് പറഞ്ഞത്? 3rd വാക്കിംഗ് ലെഗിലാണെന്നാണ് പറഞ്ഞത്. 3rd വാക്കിംഗ് ലെഗിലാണ്. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഓവിഡക്റ്റ് 6th ലാറ്ററൽ ലോബിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഓക്കെ. അതുപോലെ ഇവരുടെ ഗോണോപോർ എവിടെയാണ്? 3rd പെരിയോപോഡിന്റെ ബേസിലായിട്ടാണ് ഇവരുടെ ഗോണോപോർ കാണപ്പെടുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു പോർഷൻ നമുക്ക് പറയാനുള്ളത്. ഇവിടെ തന്നിട്ടുള്ള പിക്ചേഴ്സും ഇതാണ്. ഇമ്മച്ചുർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എന്താണ്, അല്ലെങ്കിൽ ഒരു സ്പോണിങ് കഴിഞ്ഞു, അതാണ് സ്പെൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടൈമിൽ എന്താണ്, അവരുടെ ഓവറിക്കുള്ളിൽ എന്താണ് ചെറിയൊരു എമൗണ്ടിൽ മാത്രമേ, അല്ലെങ്കിൽ ചെറിയൊരു പോർഷനിൽ മാത്രമായിരിക്കും ആ ഒരു എന്താണ് ഒവേറിയൻ ഏരിയ അല്ലെങ്കിൽ ഒവേറിയൻ മാസ് കാണുന്നത്. ഇനി ഏർലി ഡെവലപ്പിംഗ് സ്റ്റേജിൽ കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാവും. ഡെവലപ്മെന്റ് ലേറ്റ് സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും ഏകദേശം ബോഡി ക്യാവിറ്റി ഒക്കെ ഓക്കുപ്പൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ റൈപ്പായി അല്ലെങ്കിൽ റെഡി ടു സ്പോൺ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, അവരുടെ ബോഡി ക്യാവിറ്റി എൻറ്റയർലി ആര് ഓക്കുപ്പൈ ചെയ്യും? ഒവേറിയൻ മാസ് ഓക്കുപ്പൈ ചെയ്യും എന്നുള്ളതാണ്. ദെൻ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ തീലിക്കമ്മിനെ പറ്റിയിട്ടാണ്. നമ്മൾ തീലിക്കമ്മിനെ പറ്റി പറഞ്ഞായിരുന്നു.
ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനകത്ത് സ്പേമിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനാണ് ഈ തീലിക്കം എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് പെയർ ഓഫ് വാക്കിംഗ് ലെഗിന്റെ നടുവിലായിട്ടാണ് കാണപ്പെടുന്നത്. രണ്ട് ടൈപ്പ് തീലിക്കം ഉണ്ട്. ഒന്ന് ക്ലോസ്ഡ് തീലിക്കവും മറ്റൊന്ന് ഓപ്പൺ തീലിക്കവും. അതെന്താന്ന് വെച്ചാൽ ഓപ്പൺ തീലിക്കം എന്ന് പറഞ്ഞാൽ ലിറ്റോപീനിയസ് എന്ന് പറഞ്ഞ സബ് ജനറയ്ക്കകത്ത് വരുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഓപ്പൺ തീലിക്കം എന്ന് പറഞ്ഞാൽ. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പെർമാറ്റോഫോറിനെ എക്സ്റ്റേണലി ആണ് എന്ത് ചെയ്യുന്നത്, വാങ്ങി വെക്കുന്നത്. ഓക്കെ, എക്സ്റ്റേണലി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സ്പോണിങ്ങിന് ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അവർ യൂസ് ചെയ്യുന്നു. ഇനി ക്ലോസ്ഡ് തീലിക്കം ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, സ്പെർമാറ്റോഫോറിനെ തീലിക്കമിനുള്ളിലേക്കാണ് വാങ്ങി വെക്കുന്നത്. അതിനുശേഷമാണ് അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ എക്സോസ്കെൽറ്റൻ ഹാർഡൻ ചെയ്യുന്നത്. ഓക്കെ, റീറ്റെയിൻ ദ സ്പെർമാറ്റോഫോർ അണ്ടിൽ ഷീ യൂട്ടിലൈസസ് ദ സ്പേം ഇൻ വൺ ഓർ സെവറൽ സ്പോൺ. അപ്പൊ ഒരു സ്പോണിങ്ങിന് അല്ലെങ്കിൽ എത്ര തവണ സ്പോൺ ചെയ്യുമോ അത്രയും തവണത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്പെർമാറ്റോഫോറിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അത് ഏതൊക്കെ സബ്ജനറയ്ക്കകത്താണ് ഈ ഒരു ക്ലോസ്ഡ് തീലിക്കം കാണിക്കുന്നതെന്ന് വെച്ചാൽ പീനിയസ്, ഫെനറോപീനിയസ്, മാർസ്യൂപീനിയസ്, അതുപോലെ മെലിക്രോറ്റസ് പോലുള്ള സബ്ജീനസിലാണ് എന്തുള്ളത്, ക്ലോസ്ഡ് തീലിക്കം ഉള്ളത്. ഓപ്പൺ തീലിക്കം ഉള്ള ഫീമെയിൽ ആണെങ്കിൽ അവരുടെ ഒരു മോൾട്ടിങ്, അവരുടെ ഒരു സീക്വൻസ് ഓഫ് മോൾട്ടിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മോൾട്ട്, മെച്ചുർ, മേറ്റ്, ദെൻ സ്പോൺ ആയിരിക്കും. ആദ്യം മോൾട്ട് ചെയ്യുന്നു, ദെൻ മെച്ചുർ ചെയ്തിട്ടാണ് അവർ മേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം സ്പോൺ ചെയ്യും. ഓപ്പൺ തീലിക്കമിൽ ഇങ്ങനെയാണ്. ഇനി ക്ലോസ്ഡ് തീലിക്കം എങ്ങനെയാണ്, മോൾട്ട് ചെയ്യുന്നു, മേറ്റ് ചെയ്യുന്നു, മേറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ മെച്ചുർ ആകുന്നത്, ദെൻ അവർ സ്പോൺ ചെയ്യും. ഇപ്പൊ രണ്ട് ഗ്രൂപ്പിലും മെയിൽസ് എന്താണ്, മെയിൽസ് വിത്ത് ഹാർഡ് എക്സോസ്കെൽറ്റൻ ആണ് സോഫ്റ്റ് ഷെൽഡ് ഫീമെയിൽസിലേക്ക് എന്ത് ചെയ്യുന്നത്, സ്പെർമാറ്റോഫോർ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ഒരു ഇന്റർമോൾട്ട് പീരീഡിനിടയ്ക്ക് ഒരു തവണയോ ഒന്നിലധികം തവണ മൾട്ടിപ്പിൾ സ്പോൺസ് വരെ നടക്കാം ഫോർ ബോത്ത് ഓപ്പൺ തീലിക്കം ഫീമെയിൽസ് ആൻഡ് ക്ലോസ്ഡ് തീലിക്കം ഫീമെയിൽസ് എന്നുള്ളതാണ്. ഇപ്പൊ ഓപ്പൺ തീലിക്കം ആണെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും, ക്ലോസ്ഡ് ആണെങ്കിൽ അവർക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള പുറത്തൊരു എക്സോസ്കെലിറ്റൻ, ഒരു ഹാർഡ് എക്സോസ്കെലിറ്റൻ ഉണ്ടാവും. ദെൻ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഓഫ് പീനിയഡ് ഷ്രിമ്പ്. അപ്പൊ പീനിയഡ് ഷ്രിമ്പ്, നോൺ പീനിയഡ് ഷ്രിമ്പ് രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്കറിയാം. പീനിയഡ് ഷ്രിമ്പിന് അവരെന്തില്ല, എഗ് ക്യാരി ചെയ്യില്ല. ഓക്കെ, നോൺ പീനിയഡ് ഷ്രിമ്പിന് അവർക്ക് ചില പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതായത് ബ്രൂഡ് പൗച്ച് ഒക്കെ ഉണ്ട്. അപ്പൊ പീനിയഡ് ഷ്രിമ്പിന്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്. മെയിലിന്റെ കേസിൽ അവർക്ക് അബ്ഡോമിനൽ അപ്പൻഡേജസ് എന്താണ്, മോഡിഫൈ ആയിട്ടുണ്ട്. ഫസ്റ്റ് പെയർ പെറ്റാസ്മയും സെക്കൻഡ് പെയർ അപ്പൻഡിക്സ് മാസ്കുലിനെയും ആയിട്ടുണ്ട്. ദെൻ അതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ തീലിക്കമ്മിലേക്ക് സ്പേമിനെ ഡെലിവർ ചെയ്യാനാണ്. പെറ്റാസ്മ ഉണ്ടായിരിക്കുന്നത് ഫസ്റ്റ് പെയർ ഓഫ് പ്ലിയോപോഡ്സിന്റെ എൻഡോപോഡറ്റ്സ് ചേർന്നിട്ടാണ്. ദെൻ അപ്പൻഡിക്സ് മാസ്കുലിനെ ഉണ്ടായിട്ടുള്ളത് സെക്കൻഡ് പെയർ ഓഫ് പ്ലിയോപോഡ്സിന്റെ എൻഡോപോഡറ്റ്സ് ചേർന്നിട്ടാണ്. ഓക്കെ, ദെൻ ഇതിന് പെറ്റാസ്മയെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൻഡിക്സ് മാസ്കുലിനെ ഉള്ളത്. ദെൻ ഗോണോപോർ എവിടെയാണ്, ഫിഫ്ത്ത് വാക്കിംഗ് ലെഗിന്റെ ബേസിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിലിന്റെ കേസിൽ നോക്കുക. ദെൻ ഫീമെയിലിന്റെ കേസിൽ വരുമ്പോ എങ്ങനെയാണ്, ഒരു തീലിക്കം ഉണ്ട്, അത് എവിടെയാണ് ഇരിക്കുന്നത്, തൊറാസിക് സ്റ്റേണയിലാണ്, ബിറ്റ്വീൻ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് പെരിയോപോഡ്സിലാണ് കാണുന്നത്. എന്തിനാണ്, സ്പെർമാറ്റോഫോർ സ്റ്റോർ ചെയ്യാനുള്ള വേണ്ടിയിട്ടാണ് തീലിക്കം ഉള്ളത്. തീലിക്കമ്മിന് ഒരു മീഡിയൻ പ്ലേറ്റും ഉണ്ട്, രണ്ട് ലാറ്ററൽ പ്ലേറ്റും ഉണ്ട്. ലാറ്ററൽ പ്ലേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഉള്ളിൽ ഒരു സെമിനൽ റിസപ്റ്റക്കിളിനെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, എൻക്ലോസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, സ്പെർമാറ്റോഫോറിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി ഗോണോപോർ എവിടെയാണ്, തേർഡ് വാക്കിംഗ് ലെഗിന്റെ ബേസിലാണ്. ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞ കാര്യമാണ് അല്ലെ. ഇനി നോൺ പീനിയഡ് ഷ്രിമ്പിന് ചില വ്യത്യാസങ്ങളുണ്ട്. അവരെന്താണ്, എഗ് ബിയറേഴ്സ് ആണ് അല്ലെ. ഫെർട്ടിലൈസ്ഡ് എഗിനെ അവരെന്ത് ചെയ്യുന്നു, അവര് ബിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ മെയിൽസിന്റെ കേസിൽ സിമ്മറൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്ലിയോപോഡ്സ് ആണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് പെയർ ഓഫ് പ്ലിയോപോഡ്സ് എന്തായിട്ടുണ്ട്, മോഡിഫൈഡ് ടു ഫോം സ്പൈനസ് അപ്പൻഡിക്സ് മാസ്കുലിന. ഇവിടെ അവർക്ക് എന്തുണ്ട്, സ്പൈനസ് അപ്പൻഡിക്സ് മാസ്കുലിനെയാണ് ഉള്ളത്. അതുപോലെ ജെനൈറ്റൽ പോർ ഫിഫ്ത്ത് വാക്കിംഗ് ലെഗിന്റെ ബേസ് തന്നെയാണ്. ദെൻ സെക്കൻഡ് പ്ലിയോപോഡിന്റെ എൻഡോപോഡൈറ്റ്സ് ചേർന്നിട്ടാണ് എന്താണ്, അപ്പൻഡിക്സ് മാസ്കുലിനെ അവിടെ ഉണ്ടായത് അല്ലെ. ഇവിടെ എങ്ങനെയാണ്,
ഇവിടെ സെക്കൻഡ് പ്ലിയോപോഡിന്റെ എൻഡോപോഡിറ്റ്സ് ചേർന്ന് അപ്പൻഡിക്സ് ഇന്റേണ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും കൂടെ ഉണ്ടായിട്ടുണ്ട് അലോങ് വിത്ത് അപ്പൻഡിക്സ് മാസ്കുലിന്. അപ്പൻഡിക്സ് മാസ്കുലിനെ മാത്രമല്ല, ഇവിടെ എന്തും കൂടെ ഉണ്ട്, അപ്പൻഡിക്സ് ഇന്റേണ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും കൂടെ ഉണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്. Then, ഇവരുടെ വെൻട്രൽ സൈഡിൽ അബ്ഡോമിനൽ സെഗ്മെന്റിന്റെ ഫസ്റ്റ് അബ്ഡോമിനൽ സെഗ്മെന്റിന്റെ വെൻട്രൽ സൈഡിൽ ഒരു ഹാർഡ് ലംബ് ഉണ്ട്. അപ്പൊ നമുക്ക് ഫിംഗർ കൊണ്ട് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റും, വിച്ച് ക്യാൻ ബി ഫെൽറ്റ് വിത്ത് ഫിംഗർ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ദെൻ ഫീമെയിൽസിന്റെ കേസിൽ ജെനൈറ്റൽ പോറൊക്കെ തേർഡ് വാക്കിംഗ് ലെഗിന്റെ ബേസിൽ തന്നെയാണ്. ദെൻ ഇവർക്ക് മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇവരുടെ ഒരു എന്താണ് തൊറാസിക് സെഗ്മെന്റ് എക്സ്റ്റെൻഡ് ആയിക്കൊണ്ട് എന്താണ് അതായത് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് സെഗ്മെന്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ആയിട്ട് ഒരു ബ്രൂഡ് ചേംബർ ഉണ്ടായിട്ടുണ്ട്. ആ ബ്രൂഡ് ചേംബറിനുള്ളിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ ക്യാരി ചെയ്യുന്നത്. ദെൻ ഇവർക്ക് മറ്റൊരു ഇമ്പോർട്ടന്റ് ഒരു സ്ട്രക്ചറും കൂടെ ഉണ്ട്, അതാണ് റീപ്രൊഡക്റ്റീവ് സീറ്റ. അല്ലെങ്കിൽ അതിന് ഓവി പോസിറ്റിംഗ് സീറ്റ അല്ലെങ്കിൽ ഓവി ജെറസ് സീറ്റ എന്ന് നമ്മൾ പറയും. അത് എവിടെയാണ് കാണുന്നതെന്ന് വെച്ചാൽ തൊറാക്സിന്റെ വെൻട്രൽ സൈഡിലാണ്. തൊറാക്സിന്റെ വെൻട്രൽ സൈഡിലും അതുപോലെ പ്ലിയോപോഡ്സിലും കാണപ്പെടുന്നുണ്ട് ഈ ഒരു റീപ്രൊഡക്റ്റീവ് സീറ്റ എന്ന് പറയുന്നത്. അത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ സീറ്റ. ഓക്കെ. അത് കാണുന്നത് എവിടെയാണ്, നോൺ പീനിയഡ് ഷ്രിമ്പിന്റെ ഫീമെയിലാണ് കാണപ്പെടുന്നത്. ഈ കാണിക്കുന്ന നമുക്കൊരു അറിയാം, ആ ഒരു സീറ്റ കണ്ടില്ലേ, നമ്മൾ ആ ഒരു ഹെയർ പോലത്തെ സ്ട്രക്ചറാണ് ബ്രൂഡ് പൗച്ചിന്റെ സൈഡിലും പ്ലിയോപോഡ്സിലും കാണപ്പെടുന്നുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ സ്റ്റോർ ചെയ്ത് വെക്കുക, അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ബ്രൂഡ് പൗച്ചും സീറ്റയും, റീപ്രൊഡക്റ്റീവ് സീറ്റയും. അപ്പൊ അതൊക്കെ ഉള്ളത് ആർക്കാണ്, നോൺ പീനിയഡ് ഷ്രിമ്പിനാണ്. അപ്പൊ നോൺ പീനിയഡ് ഷ്രിമ്പിന്റെ എക്സ്റ്റേണൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ചോദിച്ചാൽ വേണം നമ്മൾ എന്ത് പറയാൻ, റീപ്രൊഡക്റ്റീവ് സീറ്റയുടെ കാര്യവും ബ്രൂഡ് ചേംബറിന്റെ കാര്യവും അതുപോലെ അപ്പൻഡിക്സ് ഇന്റേണ അതിന്റെ കാര്യമൊക്കെ പറയാം. അതുപോലെ ഒരു ഹാർഡ് ലംബ് അറ്റ് ഫസ്റ്റ് വെൻട്രൽ സൈഡ് ഓഫ് ഫസ്റ്റ് അബ്ഡോമിനൽ അപ്പൻഡേജ്. ദെൻ ബ്രൂഡ് ആവാൻ വേണ്ടി ചില ക്വാളിറ്റീസ് ആവശ്യമാണ്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ബിഗ്ഗർ സൈസ് ആവണം. ഒബ്വിയസ്ലി നല്ല സൈസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ബ്രൂഡായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ അവർക്ക് എന്തുണ്ടാവാൻ പാടില്ല, ഡാമേജസ് ഉണ്ടാവാൻ പാടില്ല, അവരുടെ ബോഡിയിൽ ഡാമേജസ് ഉണ്ടാവാൻ പാടില്ല. ദെൻ പിഗ്മെന്റേഷൻ ഗുഡ് ആയിരിക്കണം, ക്ലിയർ ഐസ് ആയിരിക്കണം, അവരുടെ ഐസ് ക്ലിയർ ആയിരിക്കണം, അവരുടെ ടെൽസൺ ഓപ്പൺ ആയിരിക്കണം, അതുപോലെ ആന്റിന കംപ്ലീറ്റ് ആയിരിക്കണം, ആന്റിനയ്ക്കൊന്നും ഒരു ഡാമേജും ഉണ്ടാവാൻ പാടില്ല, സ്റ്റൊമക്ക് ഫുൾ ആവണം, അതായത് ഇവർ മെച്ചുർ ആയിരിക്കണം. അതുപോലെ ഓവറി എന്തായിരിക്കണം, അബ്ഡോമിന്റെ പോർഷൻ മൊത്തം ഒക്കുപ്പൈ ചെയ്തിരിക്കണം. അതുപോലെ ടീലിക്കമിനകത്ത് എന്തുണ്ടാവണം, സ്പെർമാറ്റോഫോർ ഉണ്ടാവണം. എന്നാൽ അത് നിർബന്ധമില്ല. അങ്ങനെ സ്പെർമാറ്റോഫോർ ഇല്ല എങ്കിൽ അവരെന്തായിരിക്കണം, റെഡി ടു സ്പോൺ അല്ലെങ്കിൽ റെഡി ഫോർ മേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആയിരിക്കണം. ദെൻ മെയിൽസിന്റെ കാര്യമാണെങ്കിൽ അവരെന്താണ്, ബിഗ്ഗർ സൈസും ആയിരിക്കണം, ആക്റ്റീവും ആയിരിക്കണം. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നുള്ള കാര്യമാണ്. ഇപ്പൊ ഷ്രിമ്പ് അല്ലെങ്കിൽ പ്രോണിന്റെ ബ്രൂഡ് സ്റ്റോക്കിന് നമ്മൾ എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യും, കൾച്ചർ പോണ്ടിൽ നിന്നും കളക്ട് ചെയ്യും, അല്ലെങ്കിൽ നാച്ചുറൽ വാട്ടർ ബോഡിയിൽ നിന്ന്, അതായത് വൈൽഡ് ടൈപ്പ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് എപ്പോഴും നമ്മൾ എടുക്കുന്നത് മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും, അല്ലെങ്കിൽ എഗ്ഗ് നിറഞ്ഞ അതായത് ഒവേറിയൻ മാസ് നല്ലോണം ഉള്ള ആൾക്കാരെ എടുക്കും, അല്ലെങ്കിൽ റെഡി ടു സ്പോൺ ആയിട്ടുള്ള ബ്രൂഡേഴ്സിനെ നമ്മൾ എടുക്കാറുണ്ട്. ദെൻ സംടൈംസ് ലേറ്റ് മെച്ചുറിങ് സ്റ്റേജസിനെയും നമ്മൾ എടുക്കാറുണ്ട്. ഈ മെച്ചുറിങ് എത്താത്ത, അതായത് ലേറ്റ് മെച്ചുറിങ് സ്റ്റേജസിൽ ഇരിക്കുന്ന ആൾക്കാരെ എടുക്കുമ്പോൾ ഇവരിലെ മെച്ചുരിറ്റി എങ്ങനെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ബയോളജിക്കൽ ഇന്റർഫറൻസ് വഴിയോ അല്ലെങ്കിൽ ഫീഡ് ഫോർമുലേഷൻ വഴിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, ഫ്രഷ് വാട്ടർ സ്പീഷീസ് ആയിട്ടുള്ള മാക്രോബ്രാക്കിയം റോസൻബെർജിക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുത്താൽ തന്നെ അവരെന്താവും, സെക്ഷലി മെച്ചുർ ആവും. ഇനി ബയോളജിക്കൽ മാനിപ്പുലേഷൻ ആണെങ്കിൽ അതിന്റെ മെത്തേഡാണ് ഐ സ്റ്റോക്ക് അബ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വെച്ച് ഈ ഒരു ക്ലാസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത് നമ്മൾ എന്താണ് അബ്ലേഷൻ എന്നും എങ്ങനെയാണ് സീഡ് പ്രൊഡക്ഷൻ എന്നുള്ള കാര്യം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യും. ഇതൊരു ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ്. അപ്പൊ ഇത് ആ ഒരു പോർഷൻ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നിങ്ങൾ 1 or 2 തവണ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക, എന്നിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹോർമോണൽ
കാര്യങ്ങളാണ് അല്ലെ. എക്സ് ഓർഗൻ, വൈ ഓർഗൻ, മാൻഡിബുലാർ ഓർഗൻ, തൊറാസിക് ഗാംഗ്ലിയൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കുക. ഓരോ എവിടെയൊക്കെയാണ് ഓരോന്നും, പെറ്റാസ്മ എവിടെയാണ്, ഏത് ലഗിലാണ്, അല്ലെങ്കിൽ അപ്പൻഡിക്സ് മാസ്കുലിനെ എവിടെയാണ്, അപ്പൻഡിക്സ് ഇന്റേണ ആർക്കാണ് ഉള്ളത്, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സീറ്റേ ഉള്ളത്, ബ്രൂഡ് പൗച്ച് ഉള്ളത്, നോൺ പീനിയഡ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് സീഡ് പ്രൊഡക്ഷന്റെ ഒരു പോർഷൻ എടുക്കുമ്പോഴത്തേക്കും കുറെ കൂടെ എന്താണ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, bye.